തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷയിൽ ഒരു കുറവും പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും ഉണ്ടായിട്ടായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ കുറവ് വരേണ്ട ഒരു ഫാക്ടർ എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ പ്രത്യേകിച്ചും എല്ലാവരുടെയും പോകുന്നതുകൊണ്ട് നിങ്ങളും അത് കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നല്ല ശുഭപ്രതീക്ഷയാണുള്ളത്. മൂന്നാം വട്ടം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമെന്ന നല്ല പ്രഖ്യാപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ ചെന്ന് നടത്തിയിരിക്കുന്നത്. അങ്ങനെ പ്രഖ്യാപിച്ച വോട്ടർമാരോട് ഞങ്ങളുടെ നന്ദി അറിയിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്ലോക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു ആശയക്കുഴപ്പം ആളുകൾ സൃഷ്ടിച്ചിട്ടുണ്ടോ അങ്ങനത്തെ ഒരു അനുഭവത്തിൽ? ക്ലോക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്ലോക്കിനെ പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിലാണ് എതിർ സ്ഥാനാർത്ഥി വന്നത്. അതൊക്കെ ഇലക്ടോറിൽ എങ്ങനെയായിരുന്നു? അല്ല, അത് നമ്മുടെ ഓരോരോ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയും മുന്നണി പിന്നെ പാർട്ടിയും മാറുന്നുണ്ടല്ലോ. ആ മാറുന്നതിൽ പലരെയും വെച്ച് പരീക്ഷിച്ചൊരു മണ്ഡലമാണ് എലത്തൂർ മണ്ഡലം. ഇത്തവണ ഒരു പാർട്ടി തന്നെ മത്സരിക്കണം എന്നുള്ള നിലപാടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പാർട്ടി മാറിയതുകൊണ്ട് എന്നോട് പ്രത്യേകിച്ച് സ്നേഹം കൊണ്ടാരും വോട്ട് ചെയ്തതല്ല. ഞാനെടുത്ത രാഷ്ട്രീയ നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അവർക്കുള്ള ആഭിമുഖ്യവുമാണ് എനിക്ക് വോട്ട് ചെയ്യാനിടയായിട്ടുള്ളത്. ആ വോട്ടർമാർ എനിക്കെതിരെ വോട്ട് ചെയ്യേണ്ട ഒരു പ്രതികൂല ഘടകം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന് പറഞ്ഞത് ഇപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളെയും നമ്മൾ സ്ഥാനാർത്ഥികളായി കാണുക. അവർ മത്സരിക്കുന്നവർക്ക് ജയിക്കാനാണല്ലോ. അപ്പോൾ വെല്ലുവിളി ഉയർത്താനാണല്ലോ അവർ വന്നിട്ടുള്ളത് സ്ഥാനാർത്ഥികളായി മത്സരം. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ UDFും BJPയും ഉയർത്തുന്ന വെല്ലുവിളിയെ നേരിട്ട് കൊണ്ടുള്ള രാഷ്ട്രീയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിനെ അനുകൂലിക്കുന്നവരും അതിനെ എതിർക്കുന്നവരും ഉണ്ടാകും. അനുകൂലിക്കുന്നവർ പിന്നെ എനിക്ക് വോട്ട് ചെയ്യും, എതിർക്കുന്നവർ എനിക്ക് വോട്ട് ചെയ്യില്ല. അത്രയേ ഉള്ളൂ. എത്ര വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്? അത് എണ്ണം ഇനി പറയുന്നതിൽ അർത്ഥമില്ല. നല്ല ഭൂരിപക്ഷമായിരിക്കും. ഏതാണ്ട് അതിനടുത്ത് തന്നെ ഉണ്ടാകും. ചെറിയ വ്യത്യാസം വരാനിടയുണ്ടാകും. കാരണം കഴിഞ്ഞ തവണത്തെ പിന്നെ പെർസെൻറ്റേജും ഇത്തവണത്തെ പെർസെൻറ്റേജും തമ്മിൽ വ്യത്യാസം വന്നപ്പോൾ വോട്ടിംഗ് പാറ്റേണിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ വ്യത്യാസം ഉണ്ടാകും. അല്ലാണ്ട് 2936 വോട്ട് എന്ന് കൃത്യമായിട്ട് കഴിഞ്ഞാൽ 35 34 ആവില്ല. ഞങ്ങളും അതിനല്ലേ പറഞ്ഞത്. ഞങ്ങൾ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടും കൂടുതൽ സീറ്റും നേടി മൂന്നാം ഊഴത്തിലേക്ക് കടക്കാനുള്ള പച്ചക്കൊടിയാണ് ഇന്നലെ വോട്ടർമാർ കേരളത്തിലെ പോളിംഗ് ബൂത്തിൽ ചെന്ന് കാണിച്ചിട്ടുള്ളത്. ആ പച്ചക്കൊടിയും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തിയായിട്ട് മുന്നോട്ട് പോകും. അത് അവർ തമ്മിലുള്ള കളിയല്ലേ. അത് കോൺഗ്രസ്സുകാർ തമ്മിലുള്ള കളിയിൽ വന്നിട്ടുള്ളൊരു പിന്നെ പ്രഖ്യാപനമാണല്ലോ. അത് കെ സുധാകരനല്ലേ എൻ്റെ ആൾ. അല്ല, അതപ്പോൾ അതിനുള്ള മറുപടിയാണ് പിന്നെ കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധ്യതമാകട്ടെ എന്ന്. അതിന് അവർ തന്നെ ആശംസിച്ച സ്ഥിതിക്ക് നമ്മൾ പ്രത്യേകിച്ചൊരു അനുഗ്രഹം കൊടുക്കേണ്ടതുണ്ടോ? ഒരു സംശയമില്ല. കോഴിക്കോട് കഴിഞ്ഞ തവണ എത്ര അത്രയും കിട്ടും. 12 ആയെന്ന് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. അപ്പോൾ ഞാൻ 2 സ്ഥലത്ത് ഒന്ന് കൊടുവള്ളി നല്ല ജയസാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ വടകരയിൽ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത്, ഞാൻ റിപ്പോർട്ട് ചെയ്തതല്ല. വടകരയിൽ കഴിഞ്ഞ തവണത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ഈ റിപ്പോർട്ടുകളൊക്കെ വായിച്ചാണല്ലോ ഞങ്ങളുടെ നിഗമനത്തിലെത്തുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞതാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ഇവിടെ ചെറിയ വ്യത്യാസം ഉണ്ടാകാൻ പോവുകയാണ്. കാരണം 11 ജയിച്ച ഒരു ജില്ലയായതുകൊണ്ട് ബാക്കി 2 സീറ്റിനെ കുറിച്ച് ഒരു തർക്കം നടത്തിയിട്ട് അതിൽ ഞാൻ എന്നൊക്കെ വരുത്തേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾ ഗ്രീൻ സിഗ്നൽ തന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ ഗ്രീൻ സിഗ്നലിൻ്റെ തരുന്നതിന് വേണ്ടിയാണ് അവർ കൂട്ടമായി പോളിംഗ് ബൂത്തിലേക്ക് വന്നത്. കാരണം കഴിഞ്ഞ തവണ ഇപ്പോൾ എലത്തൂർ തന്നെ കഴിഞ്ഞ തവണ 83 തന്നെയാണ് പോളിംഗ് പെർസെൻറ്റേജ്. ഇത്തവണ 83 തന്നെ പറഞ്ഞു. അപ്പോൾ പുതുതായിട്ട് എന്തായാലും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ എലത്തൂർ എന്തോ ഓരോ മണ്ഡലത്തിൽ എന്തോ വലിയൊരു മാറ്റമുണ്ട്. ഒരു മാറ്റമുണ്ട്. കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെൻ്റ് എടുത്തൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എനിക്ക് കഴിഞ്ഞ 3 തവണ പോയി കിട്ടിയ അതേ പെർസെൻറ്റേജ് അങ്ങനെ അതിൻ്റെ അനുപാതം മരിച്ച സെറ്റിനെ കണ്ടിന്യൂ ചെയ്യാണ്. തുടർന്ന് തന്നെ പോലെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. 1ൻ്റെ വരയുടെ വ്യത്യാസമൊക്കെ അല്ലാതെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണം നമുക്ക് പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രിയാണെന്നുള്ള ആഗ്രഹം സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ.
അദ്ദേഹം സഭയിലെത്താൻ അദ്ദേഹത്തെ വനംവകുപ്പ് മന്ത്രി അവിടെ എല്ലാ സൗകര്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു പറയാം. കാട്ടിൽ അല്ല, അദ്ദേഹം ഈ പറവൂരിൽ നല്ല മത്സരം നേരിടുന്നുണ്ടല്ലേ ടൈസൺ മാസ്റ്റർ? അല്ല, ഇത്തവണ എല്ലായിടെയും നല്ല മത്സരമാണ്. മത്സരം കുറഞ്ഞൊരു സ്ഥലം എവിടെയുള്ളത്? ഈവൻ ഇപ്പോൾ ഭയങ്കര കേട്ടത് എന്താണ് മലപ്പുറം ജില്ലയിൽ. അപ്പം നല്ല മത്സരം, അത് ആരോഗ്യകരമായ ജനാധിപത്യ പ്രക്രിയയുടെ അതിശക്തമായ ഒരു അടിത്തറയുള്ളൊരു സംസ്ഥാനമായി ജനാധിപത്യ ബോധമുള്ളവരായി കേരളത്തിലെ ജനങ്ങൾ മാറി എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഒരു വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്ന് വെച്ചിട്ട് ഉൾക്കൊണ്ടപ്പെടേണ്ടതില്ല. മൊത്തത്തിൽ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ പര്യാപ്തമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ നിലകൊള്ളുന്നത് ജനാധിപത്യ സംരക്ഷണവും മതേതര സംരക്ഷണവുമാണ്. ജനാധിപത്യവും മതേതരത്വവും നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള താക്കീത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. എൻ സി പിയിൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ. അത് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കും മുമ്പല്ലേ, മുമ്പ് പ്രശ്നമില്ലാതെ പോയത് പാർട്ടിയുടെ പ്രശ്നമില്ലാത്ത ഇല്ല. മണ്ഡലത്തിലതൊന്നും ബാധിക്കില്ല. മണ്ഡലത്തിൽ നിന്നല്ല, കേരളത്തിൽ ഒരു സ്ഥലത്തും ബാധിക്കില്ല. കാരണം എൻ സി പിയിലെ പ്രവർത്തകന്മാർ കമ്മിറ്റഡ് ടു ദ LDF. LDFന് ദോഷകരമായ ഒരു കാര്യവും ഒരു എൻ സി പി പ്രവർത്തകരും ചെയ്യില്ല. അതാണ് നമ്മൾ കണക്കെടുക്കേണ്ടത്. ഭൂരിപക്ഷം കുറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, വ്യത്യാസം വന്നേക്കാന്ന് ഞാൻ പറഞ്ഞു. ആ നമ്പർ തന്നെ 110 തന്നെ വെച്ചാൽ 109, 107 അല്ലെങ്കിൽ 112 ഒക്കെ ആയി പോകില്ലേ. UDF-ഉം 100 സീറ്റിന് മുകളിൽ പറയുമ്പോൾ NDAയും വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. NDAയുടെ പ്രതീക്ഷ അവർ അങ്ങനെ നേരത്തെ പ്രകടിപ്പിച്ചെങ്കിലും അവർ നല്ല ഫൈറ്റ് കാഴ്ചവെക്കുന്നിടത്തേക്ക് അവർ സ്വയം പിന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർക്ക് ഇത്തവണയും പിന്നെ സീറ്റൊന്നും കിട്ടാൻ സാധ്യതയൊന്നും കാണുന്നില്ല. NDA ഇപ്പോൾ ആസ് ഇറ്റ് ഈസ്. 0 എന്നൊക്കെ പറഞ്ഞാൽ ആളുകളെ ഇതിനെ അപമാനിക്കുന്നത് വെറുതെ.